ഹായ്, പ്ലസ് ടു പഠിക്കുന്നവരോ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നവരോ അവരുടെ പാരൻസോ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടേക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ പറ്റുന്ന കേരളത്തിലെ മുൻനിര സ്ഥാപനങ്ങളെക്കുറിച്ചും അതിനുവേണ്ടി എഴുതേണ്ട എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ IITs, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. പക്ഷേ അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന രണ്ട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെയൊക്കെ ഫീസ് ഇത്തിരി കൂടുതലാണല്ലോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പഠിക്കാൻ കേരളത്തിൽ സ്ഥാപനങ്ങളൊന്നും ഇല്ലേ എന്നുള്ളത്. ഒരു പക്ഷേ ചില കുട്ടികൾ ഇതിൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടും ഈ രണ്ട് റീസൺസ് കാരണം ഇത്തരത്തിലുള്ള കോഴ്സ് ചൂസ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിലും ഈ ഒരു കോഴ്സ് ചെയ്യാനുള്ള നല്ല സ്ഥാപനങ്ങളുണ്ട്. ഈ കാണുന്ന 5 സ്ഥാപനങ്ങളിലേക്ക് കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 155 മെറിറ്റ് ബേസ്ഡ് സീറ്റുകളാണ് നമുക്ക് ഉള്ളത്. ബാക്കിയുള്ള സീറ്റ് മാനേജ്മെന്റ് സീറ്റാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ഈ ഒരു ലെവലിൽ വരുന്ന എൻട്രൻസ് എക്സാമുകളായിട്ടുള്ള UCED, NAT, അതുപോലെ തന്നെ NAD, ഡാറ്റിൻ്റെ ഒക്കെ മാർക്ക് നോക്കിയിട്ടാണ് അതിലേക്ക് അഡ്മിഷൻ എടുക്കുക. പക്ഷേ ഇപ്പോൾ നമ്മൾ മെറിറ്റ് ബേസ്ഡ് സീറ്റുകളെ കുറിച്ച് മാത്രം ആലോചിക്കുക. നമുക്ക് എന്തായാലും അത് കിട്ടാവുന്നതേ ഉള്ളൂ. ഈ എക്സാമിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇതിന്റെ ഫീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 75,000 രൂപയാണ് നമുക്ക് പെർ സെമിസ്റ്റർ വരുന്നത്. അത്ര കുറവല്ല, ബട്ട് സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കോളേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. പിന്നെ നമ്മൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പൊതുവെ ഈ എക്സാം നടക്കുക ജൂൺ മാസത്തിലാണ്. മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ അപ്ലിക്കേഷൻ സംഭവങ്ങളൊക്കെ ക്ലോസ് ചെയ്യും. ഈ കാണുന്നതാണ് അതിന്റെ പാറ്റേൺ. ഈ പാറ്റേൺ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഡൂവബിൾ ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഭയങ്കര ടഫ് ആയിട്ടുള്ള എക്സാമോ ഭയങ്കരമായിട്ട് പ്രിപ്പറേഷൻ വേണ്ട ഒരു എക്സാം ഒന്നുമല്ല. നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ആവശ്യമാണ് ഈ ഒരു ഡിസൈനിൽ. പക്ഷേ ഇപ്പോൾ ബാക്കിയുള്ള സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 10th ലെവൽ സോഷ്യൽ സയൻസ് ഒക്കെ അതിൽ തന്നെ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എക്സാമിന്റെ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1300 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. അതിന് മുമ്പത്തെ വർഷം 1200 രൂപയായിരുന്നു. സോ ബേസിക്കലി ഒരു 1500 രൂപയുടെ താഴെയാണ് അത് വരുള്ളൂ. ഇതൊക്കെ കുറിച്ച് സംസാരിച്ചു ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം പറയാനുണ്ട്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ വേറെ എവിടെയും ഡീറ്റെയിൽസ് കണ്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ കോഴ്സിലെ തന്നെ പോകണമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ KI DAT എന്ന് പറയുന്ന ഒരു എക്സാം കൂടി എഴുതണം. ഈ ഒരു ഒറ്റ കോളേജിലേക്കാണ് അത് വെച്ച് അഡ്മിഷൻ ഉള്ളൂ. ഈ കോഴിക്കോടിൻ്റെ ഒരൊറ്റ കോളേജ്. ആൻഡ് BDes പ്ലസ് MDes എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്കായിരിക്കും അത് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. ബേസിക്കലി അതിന്റെ എക്സാം പാറ്റേൺ നോക്കുമ്പോഴും കൈൻഡ് ഓഫ് സിമിലർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മറ്റേ എക്സാമിനും ഏകദേശം 100 മിനിറ്റ് ആണുള്ളത്. 1 മണിക്കൂർ 40 മിനിറ്റ് ആയിരിക്കും ഉള്ളത്. 100 ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ബട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ബട്ട് ഇത് വേറെ തന്നെ ഒരു എക്സാം ആണ്. അതുകൊണ്ട് ഇത് തീരെ പോപ്പുലർ അല്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും വളരെ കുറവായിരിക്കും. നിങ്ങൾ ഈ ഡിസൈനിൽ തന്നെ പോകണമെന്ന് ഉറപ്പിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബേസിക്കലി ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സംഭവങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഈ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഫാഷൻ ഡിസൈനിലൊക്കെയാണ് ആലോചിച്ച് പോകുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. അതിന് നിഫ്റ്റ് പോലെയുള്ള വേറെ സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ കാണുന്ന വണ്ടി മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടം വരെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഡിസൈനേഴ്സിന് ആവശ്യമുണ്ട്. ആൻഡ് ഇനി വരുന്ന ലോകത്ത് ഇവരുടെയൊക്കെ ഒരു ഡിമാൻഡ് കൈൻഡ് ഓഫ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി നോക്കാം. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിങ്ക്സ് സംഭവങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.